ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് പേരയ്ക്ക. നമ്മളിതിനെ സാധാരണക്കാരൻ്റെ ആപ്പിൾ എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താണ്, ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫൈബർ കണ്ടൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. കൊളസ്ട്രോളിൻ്റെ അളവ്, അതായത് ഫാറ്റിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവാണ്. അത്യാവശ്യം പ്രോട്ടീൻ കണ്ടൻറ്റും കിട്ടുന്നുണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ മുതലായിട്ടുള്ള എസെൻഷ്യൽ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പേരയ്ക്കയ്ക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പതിവായിട്ട് പേരയ്ക്ക കഴിക്കുകയാണെങ്കിൽ ഇത് പ്രമേഹ രോഗികൾക്ക് വളരെ സേഫായിട്ട് നമുക്ക് ദിവസവും ഒരു പേരയ്ക്ക വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. കാരണം നല്ല രീതിയിലുള്ള ഫൈബർ ഉണ്ട്. ഒപ്പം തന്നെ നമുക്ക് മലശോധനം മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്താനും ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവായതുകൊണ്ടും പ്രമേഹ രോഗമുള്ളവർക്ക് വളരെ സേഫായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കും അമിതവണ്ണം ഉള്ളവർക്കും മലാശയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളുള്ളവർക്കും ഇത് കഴിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പേരയ്ക്ക. ഇത് നമ്മളിപ്പോൾ പഴുത്ത് കഴിഞ്ഞ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് പീസാക്കി കഴിക്കുന്നതാണ് നല്ലത്. ജ്യൂസ് ആക്കിയിട്ട് ഇതിൻ്റെ ആ ഒരു ഫൈബർ കണ്ടൻറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഗുണങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് പ്രസവാനന്തര ശുശ്രൂഷയുടെ സമയത്ത് സ്ത്രീകൾക്ക് കഴിക്കാനും അതുപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്തും മലബന്ധം മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് പേരയ്ക്ക ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ പേരയില ഉപയോഗിച്ചിട്ട് മുഖക്കുരു കളയുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ പേരയുടെ ഇലയും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്.